നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയാസ് ബേസ്ഡ് ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്? എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ? നമ്മൾ കോമൺ ആയിട്ട് എവിടെ വെച്ച് നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത് ലീവ്സ് എന്നായിരിക്കും. പക്ഷേ ഫോട്ടോസിന്തസിസ് ലീവ്സിൽ മാത്രമാണോ നടക്കുന്നത്? അല്ല, ഗ്രീൻ പാർട്സിലെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റെമ്മിൽ നടക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. സ്റ്റെമ്മ് ഗ്രീൻ ആ ഒരു ടൈമിൽ ഗ്രീൻ ആയിരിക്കുന്ന ടൈമിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഈ കൂടുതൽ ക്ലോറോപ്ലാസ്റ്റുകളും എവിടെ കാണപ്പെടുന്നു എന്ന് അറിയുമോ? ലീവ്സിന്റെ മീസോഫിൽ സെൽസിൽ ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ലൈറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് മാക്സിമം കിട്ടാനായിട്ട് ഈ മീസോഫിൽ സെൽസിന്റെ വാൾസിന്റെ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും ആര് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? വാൾസിനോട് ചേർന്നായിരിക്കും ഈ ക്ലോറോപ്ലാസ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ചാപ്റ്റർ 8 ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം. ആ സ്ട്രക്ചർ രണ്ട് മെംബ്രെയിൻസ് കാണുന്നുണ്ട് അല്ലെ? ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇന്നർ മെംബ്രെയിന് അകത്തായിട്ട് വരുന്ന ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഈ സ്ട്രോമയിൽ നോക്കുകയാണെങ്കിൽ കുറെ മെംബ്രെയിനസ് സാക്കുകൾ കാണാനായിട്ട് സാധിക്കും. ഈ മെംബ്രെയിനസ് സാക്കുകളെ നമ്മൾ തൈലക്കോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിൽ ഒന്നിനെയാണ് നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡ്സ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കോയിൻസ് ഒക്കെ അടുക്കി വെക്കുന്നത് പോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് ആര് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഈ തൈലക്കോയിഡ്സ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഈ അടുക്കി വെച്ചിരിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്രാന എന്ന് വിളിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാനകളെയൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്ന ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അതാണ് സ്ട്രോമൽ ലമെല്ല എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ റൈബോസോംസും ഗ്രാനുൾസും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഇവിടെ ക്ലോറോപ്ലാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ഓരോ ജോലി ഓരോരുത്തർക്ക് എന്ന് പറഞ്ഞിട്ട് വീതിച്ച് നൽകിയിട്ടുണ്ട്. മെംബ്രെയിൻ സിസ്റ്റം ആണ് ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ATP സിന്തസിസ്, അതുപോലെ NADPHന്റെ സിന്തസിസ്, ഇതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്? മെംബ്രെയിൻ സിസ്റ്റത്തിനാണ്. എന്നാൽ സ്ട്രോമയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സ്ട്രോമയിലെ ഷുഗർ സിന്തസിസ് ആണ് നടക്കുന്നത്. നമുക്കറിയാം ഗ്ലൂക്കോസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ? ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഗ്ലൂക്കോസ് നമ്മൾ കോമൺ ആയിട്ട് ഷുഗർ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിൽ വെച്ചാണ്. ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഈ ഷുഗർ പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്? സ്റ്റാർച്ച് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു മെംബ്രെയിൻ സിസ്റ്റംസ് ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്, ATP സിന്തസിസ് നടത്തുന്നുണ്ട്, NADPH സിന്തസിസ് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞ ഈ ആദ്യത്തെ പ്രോസസ്സുകളൊക്കെ ഡയറക്ട്ലി ലൈറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള പ്രോസസ്സുകളാണ്. ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സുകളിലേക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ലൈറ്റ് ആവശ്യമാണ് ഈ പ്രോസസ്സുകളൊക്കെ നടക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോസസ്സുകളെ ലൈറ്റ് റിയാക്ഷൻസ് ഓർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് ലൈറ്റ് വേണം അല്ലെ? അതുപോലെ തന്നെ ATP സിന്തസിസ്, NADPH സിന്തസിസ്, ഈ പ്രോസസ്സുകളൊക്കെ ലൈറ്റ് ഡ്രൈവൺ പ്രോസസ്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ ലൈറ്റ് റിയാക്ഷൻസ് ഓർ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നു. എന്നാൽ നമ്മൾ അതിനുശേഷം പറഞ്ഞ കാര്യം, അതായത് ഷുഗർ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞില്ലേ സ്ട്രോമയിൽ വെച്ചിട്ട്, ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള പ്രോസസ്സ് അല്ല. അവയ്ക്ക് ലൈറ്റ് ആവശ്യമില്ല ഈ ഒരു പ്രോസസ്സ് നടക്കാൻ. പക്ഷേ ലൈറ്റ് ഡിപ്പെൻഡന്റ് ആണ്. കാരണം ATPയും NADPH ഒക്കെ ഈ പ്രോസസ്സിന് ആവശ്യമുണ്ട്. ഈ ATPയും NADPH ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ലൈറ്റിന്റെ പ്രസൻസിൽ നടന്ന റിയാക്ഷൻസിന്റെ ഫലമായിട്ടാണ് കിട്ടുന്നത് അല്ലെ? സോ നമുക്ക് ഈ ഒരു പ്രോസസ് ലൈറ്റ് ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാം, പക്ഷേ ഡയറക്റ്റ് ആയിട്ട് അവിടെ ലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിയാക്ഷൻസിനെ ഡാർക്ക് റിയാക്ഷൻസ് ഓർ കാർബൺ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഡാർക്ക് ആയിട്ടുള്ള സമയത്ത് നടക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. പകരം ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല, ലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ലൈറ്റ് ഡിപ്പെൻഡന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പറഞ്ഞു ലൈറ്റ് റിയാക്ഷൻസിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ATPയും NADPH ഒക്കെ ഇവിടെ ആവശ്യമുണ്ട്. അവയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ലൈറ്റ് ഡിപ്പെൻഡന്റ് അല്ല എന്നും പറയുന്നില്ല, അതുപോലെ തന്നെ ഡാർക്കിലാണ് നടക്കുന്നതെന്നും അല്ല പറയുന്നത്.
പകരം അവിടെ ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. നമ്മൾ ഇനി പിഗ്മെന്റുകളുടെ കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. ക്ലോറോപ്ലാസ്റ്റുകളെ കുറിച്ച്, അതായത് പൊതുവെ പ്ലാസ്റ്റിഡുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് പിഗ്മെന്റുകൾ അവയിൽ പ്രസന്റ് ആണ് എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലെ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലീഫ് എടുത്തിട്ട് ക്രോമറ്റോഗ്രഫി ചെയ്ത് നോക്കുകയാണെങ്കിൽ, ലീഫ് ഡയറക്റ്റ് ആയിട്ടല്ല, നമ്മളത് ഗ്രൈൻഡ് ചെയ്തിട്ട് ക്രോമറ്റോഗ്രഫി ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത്, ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിക്കുക, കുറെ കോമ്പണന്റ്സിന്റെ ഒരു മിക്സ്ചർ ആണെങ്കിൽ ഓരോ കോമ്പണന്റിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഈ ലീവ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പിഗ്മെന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, സാന്തോഫില്ലുകൾ ഉണ്ട്, കെറോട്ടിനോയിഡ്സ് ഉണ്ട്. ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ബ്രൈറ്റ് ഗ്രീൻ ഓർ ബ്ലൂ ഗ്രീൻ കളർ ആണ് കാണിക്കുന്നത്, ക്രോമാറ്റോഗ്രാമിൽ കാണിക്കുന്നത്. ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത് യെല്ലോ ഗ്രീൻ കളർ ആണ്. സാന്തോഫിൽ എന്ന് പറയുന്നത് യെല്ലോ കളർ ആണ്. കെറോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് യെല്ലോ ടു യെല്ലോ ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ആ ഒരു കളർ റേഞ്ച് കാണിക്കുന്ന പിഗ്മെന്റുകളാണ്. ഈ പിഗ്മെന്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്ക് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ദേ ഹാവ് ദ എബിലിറ്റി ടു അബ്സോർബ് ലൈറ്റ്. ആ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് വേവ് ലെങ്തിലാണ് നടക്കുന്നത്. ഓരോ പിഗ്മെന്റും ഓരോ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഈ പിഗ്മെന്റുകൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ഡിഫറെന്റ് വേവ് ലെങ്തിലായിരിക്കും, ഓരോന്നും ഡിഫറെന്റ് വേവ് ലെങ്തിലായിരിക്കും ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് വേവ് ലെങ്ത് ഉണ്ടാവും. ഓക്കെ, സ്പെസിഫിക് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ ആയിരിക്കും ഇവ അബ്സോർബ് ചെയ്യുന്നത്. ഇവിടെ ഡിഫറെന്റ് പിഗ്മെന്റുകൾ ഏത് വേവ് ലെങ്തിലാണ് മാക്സിമം അബ്സോർപ്ഷൻ കാണിക്കുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതായത് ഓരോ വേവ് ലെങ്തിലും അവയുടെ അബ്സോർപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്നുണ്ട് വിച്ച് ഈസ് ദി മോസ്റ്റ് അബണ്ടന്റ് പ്ലാന്റ് പിഗ്മെന്റ് ഇൻ ദി വേൾഡ് എന്ന്. ഇറ്റ് ഈസ് ക്ലോറോഫിൽ എ. അപ്പൊ ക്ലോറോഫിൽ എ ആണ് മോസ്റ്റ് അബണ്ടന്റ് പ്ലാന്റ് പിഗ്മെന്റ് ഇൻ ദി വേൾഡ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് പിഗ്മെന്റുകൾ ഏതൊക്കെ വേവ് ലെങ്തിലാണ് മാക്സിമം അബ്സോർപ്ഷൻ കാണിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ക്ലോറോഫിൽ എ ആണ്, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ക്ലോറോഫിൽ ബി ആണ്, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് കെറോട്ടിനോയിഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കൂ, വേവ് ലെങ്ത് എന്ന് പറയുന്നത് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു 380 ടു 750 എന്നൊക്കെ പറയാം അല്ലെ. ആ ഒരു റേഞ്ചിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏതിന്റെയാണ്? വിസിബിൾ ലൈറ്റിന്റെ, നമ്മളുടെ വിബ്ജിയോൾ വരുന്നില്ലേ, ആ ഒരു ഇതിന്റെ വേവ് ലെങ്ത് ആണ് ഈ 380 ടു 750 റേഞ്ചിൽ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് 400 കഴിഞ്ഞ് ഏകദേശം 420 430 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 450ക്ക് മുമ്പെയാണ് എന്തായാലും. ആ ഒരു ടൈമിലാണ് മാക്സിമം അബ്സോർബൻസ്, സോറി ആ ഒരു വേവ് ലെങ്തിനാണ് മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 600 ടു 700 ഇടയ്ക്ക്, ഒരു 650 ടു 700 ഇടയ്ക്ക് എന്നൊക്കെ നമുക്ക് പറയാം, ആ ഒരു ഭാഗത്തും മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലോറോഫിൽ ബി ആണെങ്കിലും ഈ 400 ടു 500 ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 600 ടു 700 ഇടയ്ക്കും കാണിക്കുന്നുണ്ട്. കെറോട്ടിനോയിഡ്സ് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് 2 വട്ടം മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്നതും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറെന്റ് പിഗ്മെന്റുകളുടെ അബ്സോർബിംഗ് പവർ ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഡിഫറെന്റ് വേവ് ലെങ്തിൽ അത് എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നുണ്ട് ലൈറ്റിനെ എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ് കാണിച്ചിരിക്കുന്നത്. നോക്കൂ, 400 ടു 500 ആണ് ഈ ഒരു ഫസ്റ്റത്തെ എന്ന് പറയുന്നത്. അതില് നമ്മളിപ്പോ ക്ലോറോഫിൽ എയുടെ മാക്സിമം അബ്സോർപ്ഷൻ പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്ത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് മാക്സിമം ആണ് അല്ലെ, നല്ല കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മളിപ്പോ 600 ടു 700 ഇടയ്ക്ക് ക്ലോറോഫിൽ എയുടെ അബ്സോർബൻസ് മാക്സിമം പറഞ്ഞ ഭാഗത്തും ഇവിടെ ഫോട്ടോസിന്തസിസ് മാക്സിമം ആണ്. ബാക്കി ഭാഗങ്ങളിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് എങ്കിലും റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലും മാക്സിമം ആണ്. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 450ക്കൊക്കെ മുമ്പേ ആയിട്ട് വരും അല്ലെ. ഈ ഒരു ബ്ലൂ കളറിന്റെ ആ ഒരു ഭാഗത്താണ് ഇത് മാക്സിമം കാണിക്കുന്നത്. അതുപോലെ തന്നെ റെഡിന്റെ ഭാഗത്തായിട്ടാണ് പിന്നെ മാക്സിമം കാണിക്കുന്നത്. അപ്പോ ബ്ലൂ ലൈറ്റിന്റെ ഭാഗത്തും അതുപോലെ തന്നെ റെഡ് ലൈറ്റിന്റെ ഭാഗത്തും മാക്സിമം
അബ്സോർപ്ഷൻ ആര് കാണിക്കുന്നുണ്ട്? ക്ലോറോഫിൽ എ കാണിക്കുന്നുണ്ട്. അതേ റീജിയനിൽ തന്നെ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും മാക്സിമം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ക്ലോറോഫിൽ എ ക്ലോറോഫിൽ ബിയുടെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അതിന്റെ കൂട്ടത്തിൽ ഈ കളർ കൂടെ കാണിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് അല്ലെ. 400 കഴിഞ്ഞ് 420 ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു റേഞ്ചിലാണ് അത് മാക്സിമം കാണിക്കുന്നത്. ആ സമയത്താണെങ്കിൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് മാക്സിമം ആണ്. അതുപോലെ തന്നെ പിന്നീട് അത് മാക്സിമം കാണിക്കുന്നത് ഈ ഭാഗത്താണ്. ഒരു 680 ഒക്കെ നമുക്ക് പറയാം. ആ ഒരു റേഞ്ചിലാണ് അത് മാക്സിമം കാണിക്കുന്നത്. ആ ഒരു ഭാഗത്ത് ഫോട്ടോസിന്തസിസിന്റെ റേറ്റും നല്ലോണം കൂടുതലാണ്. അപ്പോ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് ഷോസ് ഹയർ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. നമുക്കത് മനസ്സിലായി അല്ലെ. ആ ഭാഗത്താണ് ക്ലോറോഫിൽ എ അതിന്റെ മാക്സിമം അബ്സോർബൻസ് കാണിക്കുന്നത്. അപ്പോ സ്പെക്ട്രത്തിലെ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസിലാണ് ഫോട്ടോസിന്തസിസ് കൂടുതലും നടക്കുന്നത്. മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദി ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് ഓഫ് ദി സ്പെക്ട്രം. ഇനി എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് പറഞ്ഞിരുന്നു? ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ഓർ ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞത്? ലൈറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ATP സിന്തസിസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, NADPH സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ. ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നു, ഓക്സിജൻ റിലീസ് നടക്കുന്നു, അതുപോലെ ATP NADPH ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഹൈ എനർജി കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ് ആണ് ഈ ATP NADPH എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോളിക്യൂൾസ് ആണ്. അപ്പോ നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഫോട്ടോസിന്തസിസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ലൈറ്റിന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസ് ആയി മാറുന്നു എന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ് എപ്പോഴും പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വാട്ടറിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ലൈറ്റ് റിയാക്ഷനിൽ നമ്മൾ പഠിക്കും. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിൽ നമ്മളിപ്പോ ലൈറ്റ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഈ പിഗ്മെന്റുകൾ കോംപ്ലക്സുകളായിട്ടാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2 കോംപ്ലക്സുകളായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കോംപ്ലക്സുകളെ നമ്മൾ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് എന്നാണ് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നവരാണല്ലോ. സോ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് എന്നാണ് നമ്മൾ ഈ കോംപ്ലക്സുകളെ വിളിക്കുന്നത്. 2 കോംപ്ലക്സുകളാണുള്ളത്, ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം. ഈ ഫോട്ടോ സിസ്റ്റം 1, 2 എന്ന് പേര് വന്നിരിക്കുന്നത് അത് കണ്ടുപിടിച്ചതിന്റെ ബേസിസിലാണ്. ആദ്യം കണ്ടുപിടിച്ചതിന് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പേര് നൽകി, രണ്ടാമത് കണ്ടുപിടിച്ചതിന് ഫോട്ടോ സിസ്റ്റം 2 എന്നും പേര് നൽകി. അപ്പോ ഈ പിഗ്മെന്റുകൾ 2 ഫോട്ടോ സിസ്റ്റങ്ങളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഈ ഫോട്ടോ സിസ്റ്റങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് പിഗ്മെന്റുകളും അതുപോലെ തന്നെ പ്രോട്ടീൻസും കാണുന്നു. ഈ പിഗ്മെന്റുകൾ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓരോ ഫോട്ടോ സിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ എല്ലാ പിഗ്മെന്റുകളും കാണുന്നുണ്ട്, പക്ഷെ ക്ലോറോഫിൽ എ കാണുന്നില്ല. ക്ലോറോഫിൽ എ ഒഴികെയുള്ള എല്ലാ പിഗ്മെന്റുകളും എവിടെ കാണുന്നുണ്ട്? ഈ ഫോട്ടോ സിസ്റ്റങ്ങളിൽ കാണുന്നുണ്ട്. ഒരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ആണ് ഈ പിഗ്മെന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമുക്ക് ആന്റിന എന്ന് വിളിക്കാം, ആന്റിന എന്ന് വിളിക്കാം. ആന്റിന എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു പിഗ്മെന്റുകളുടെ കൂട്ടമാണ്. അപ്പോൾ ഇവിടെ ക്ലോറോഫിൽ എ ഒഴികെ ബാക്കി എല്ലാ പിഗ്മെന്റുകളും കാണപ്പെടുന്നുണ്ട് ഈ ഫോട്ടോ സിസ്റ്റങ്ങളിൽ. അപ്പൊ ക്ലോറോഫിൽ എ എവിടെയായിരിക്കും? ഈ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ സെന്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ പിഗ്മെന്റുകളൊക്കെ എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇവ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ഈ അബ്സോർബ് ചെയ്തിട്ടുള്ള ലൈറ്റ് ക്ലോറോഫിൽ എയിലേക്കാണ് വരുന്നത്. ഈ ക്ലോറോഫിൽ എ ആണ് റിയാക്ഷൻ സെന്റർ. ഓക്കെ, ഈ റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത് 2 ഫോട്ടോ സിസ്റ്റങ്ങളിലും വേറെ വേറെയാണ്. വേറെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ തന്നെയാണ്, പക്ഷേ PS1 കാണപ്പെടുന്ന റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് അതിന്റെ അബ്സോർപ്ഷൻ പീക്ക് 700 നാനോമീറ്ററിലാണ് കാണിക്കുന്നത്. അതായത് 700 നാനോമീറ്ററിൽ അബ്സോർപ്ഷൻ പീക്കുള്ള ക്ലോറോഫിൽ എ ആണ് PS1 റിയാക്ഷൻ സെന്റർ. എന്നാൽ PS2 എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ എന്നുള്ളത് മാക്സിമം അബ്സോർപ്ഷൻ കാണിക്കുന്നത് 680 നാനോമീറ്ററിലാണ്. അപ്പോൾ 700 നാനോമീറ്ററിൽ
PS1 റിയാക്ഷൻ സെന്റർ മാക്സിമം അബ്സോർപ്ഷൻ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ P700 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ PS2 ഏത് നാനോമീറ്ററിലാണ്? 680 നാനോമീറ്ററിലാണ് അബ്സോർപ്ഷൻ പീക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? P680 എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ പിഗ്മെന്റുകളും ഈ ഫോട്ടോസിസ്റ്റത്തിൽ കാണുന്നുണ്ട് എക്സെപ്റ്റ് ക്ലോറോഫിൽ എ. ഈ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്ലോറോഫിൽ എ ആണ് റിയാക്ഷൻ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ പിഗ്മെന്റുകളും എന്ത് ചെയ്യുന്നു? ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എയിലേക്ക് കൊടുക്കുന്നു. കണ്ടോ, ഇങ്ങനെ ക്ലോറോഫിൽ എയിലേക്ക് എത്തുന്നു. നമുക്കിനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഫോട്ടോസിസ്റ്റം 2 റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ 680 നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അവിടെയാണ് മാക്സിമം പീക്ക് കാണിക്കുന്നത് അല്ലെ? അപ്പോ ഇവ 680 നാനോമീറ്റർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇലക്ട്രോണുകൾ എക്സൈറ്റഡ് ആവുകയും ഈ ഇലക്ട്രോൺസ് അത് എവിടെയാണോ നിൽക്കുന്നത് ആ ഓർബിറ്റലിൽ നിന്നും ദൂരെയുള്ള ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോ ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ന്യൂക്ലിയസിന് ചുറ്റും ഡിഫറെന്റ് ഓർബിറ്റുകളിലായിട്ട് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ? നമുക്കറിയാം ഡിഫറെന്റ് ഓർബിറ്റുകളിലായിട്ട് ഇങ്ങനെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇലക്ട്രോൺ കാണപ്പെടുന്നതെന്ന് വിചാരിക്കുക. ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ്, അവിടെ കാണപ്പെടുന്ന ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുകയും അത് ദൂരെയുള്ള ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടുന്ന് ഇത് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസിനെ പിന്നീട് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പോകുന്ന ആ ഇലക്ട്രോൺസിനെ ആരെടുക്കുന്നു? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് എടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ സൈറ്റോക്രോമുകൾ കാണപ്പെടുന്നുണ്ടാവും. സൈറ്റോക്രോംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ഹീം ഗ്രൂപ്പ് കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ഈ സൈറ്റോക്രോംസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇലക്ട്രോൺ കുറച്ച് ദൂരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ന്യൂക്ലിയസിൽ നിന്നും കുറച്ച് ദൂരെ കാണപ്പെടുന്ന ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുകയും ഈ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് പിന്നീട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് വന്നത്? ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത്, അതായത് റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? എക്സൈറ്റഡ് ആവുന്നു. എക്സൈറ്റഡ് ആയിട്ട് അത് ജമ്പ് ചെയ്യുന്നു. അതുള്ള ഓർബിറ്റിൽ നിന്നും കുറച്ച് ദൂരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പോ ഈ ഇലക്ട്രോൺസിനെ പിന്നീട് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് പിക്ക് ചെയ്യുന്നു. ദെൻ അതിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഇലക്ട്രോൺസ് പാസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊരു ഡൗൺ ഹിൽ മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ റിഡോക്സ് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. പിക്ചർ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ പറഞ്ഞു തരാം, അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഇലക്ട്രോൺസ് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഇലക്ട്രോണുകളെ ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പകരം ഇത് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫൈനലി ഈ ഇലക്ട്രോൺസ് ഫോട്ടോ സിസ്റ്റം 1ലേക്ക് എത്തുന്നു. ഫോട്ടോ സിസ്റ്റം 2ൽ നിന്നും വന്നിട്ടുള്ള ഇലക്ട്രോൺസ് ഇപ്പൊ എവിടത്തേക്ക് എത്തി? ഫോട്ടോ സിസ്റ്റം 1ലേക്ക് എത്തി. ഈ ഫോട്ടോ സിസ്റ്റം 1ലേക്ക് ഈ ഇലക്ട്രോൺസ് വരുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി സംഭവിക്കുന്നുണ്ട്? ഈ ഫോട്ടോ സിസ്റ്റം 1ൽ നിന്നും ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞ പോലെ ദൂരെ എവിടെയെങ്കിലും ഉള്ള ഓർബിറ്റിലേക്ക് പോകുന്നു. ഈ ദൂരെ എന്ന് പറയുന്നത് ഒരുപാട് ദൂരെ അല്ല കേട്ടോ, ഒരു അറ്റോമിക് സ്ട്രക്ചർ ആണല്ലോ നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺസിന്റെ കാര്യമൊക്കെയാണ്. അപ്പൊ ഈ ന്യൂക്ലിയസിൽ നിന്നും ദൂരെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഓർബിറ്റിലേക്ക് ഈ ഇലക്ട്രോൺസ് പോകുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഒരിക്കൽ കൂടി പറയാം. ഫോട്ടോ സിസ്റ്റം 1ഉം നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഇത് 700 നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഈ ലൈറ്റിനെ PS1 റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നുണ്ട്. അത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ പോകുന്ന ഇലക്ട്രോണുകളെയും ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് പിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോ PS2ൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. PS2ൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ കാണപ്പെടുന്ന റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ 680 നാനോമീറ്റർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നും ഇലക്ട്രോണുകൾ എക്സൈറ്റഡ് ആവുകയും ഹയർ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹയർ ഓർബിറ്റുകളിലേക്ക് പോവുകയും ചെയ്യുന്നു.
ഈ ഇലക്ട്രോണുകളെ ആര് പിക്ക് ചെയ്യുന്നു? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് പിക്ക് ചെയ്യുന്നു. ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഇലക്ട്രോണുകളെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇലക്ട്രോൺസ് ഇപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്തു പോകുന്നു. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് എത്തി? ഫോട്ടോ സിസ്റ്റം 1ലേക്ക് എത്തി. ഇതിപ്പോ നമ്മള് PS2 നിന്ന് വന്നിട്ടുള്ള ഇലക്ട്രോൺസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ PS1ലും ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നുണ്ട്. ആ ഇലക്ട്രോൺസിനെ മറ്റൊരു ഇലക്ട്രോൺ അക്സെപ്റ്റർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പിക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ PS1ൽ നിന്നും വരുന്ന ആ ഇലക്ട്രോൺസിനെ ഈ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് പിന്നീട് കൊടുക്കുന്നത് NADP+ലേക്കാണ്. ഈ NADP+ലേക്കുള്ള ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡൗൺ ഹിൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ NADP+ലേക്ക് ഈ ഇലക്ട്രോൺസ് എത്തിക്കഴിയുമ്പോൾ ഈ NADP+ NADPH+H+ ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നമ്മള് ടോട്ടൽ പ്രോസസ്സുകൾ പറയുകയാണെങ്കിൽ ആദ്യം ഇലക്ട്രോൺസ് PS2ൽ നിന്നാണ് തുടങ്ങിയത് അല്ലെ, അവിടെ നിന്നാണ് ഇലക്ട്രോൺസ് വന്നത്. എന്നിട്ട് ഇത് ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോകുന്നു. ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ് ഹിൽ മൂവ്മെന്റ് ആണ്. പിന്നീട് ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെയുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡൗൺ ഹിൽ മൂവ്മെന്റ് ആണ്. ഇനി PS1ലേക്ക് എത്തി അല്ലെ, അപ്പൊ ആദ്യം മുകളിലേക്കാണ് അപ് ഹിൽ മൂവ്മെന്റ് ആണ് കാണിച്ചത്, ദെൻ താഴത്തേക്ക് വന്നു. ഇനി ഈ PS1ൽ നിന്നുമുള്ള ഇലക്ട്രോൺസ് ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും അപ് ഹിൽ മൂവ്മെന്റ് ആണ്. ദെൻ NADP+ലേക്ക് പോകുന്നത് ഡൗൺ ഹിൽ മൂവ്മെന്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് വരിക, അപ് ഹിൽ ഡൗൺ ഹിൽ, അപ് ഹിൽ ഡൗൺ ഹിൽ. ഈ ഡൗൺ ഹിൽ എന്ന് പറയുന്നത് അത്രത്തോളം താഴത്തേക്ക് വരുന്നില്ല, ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു സ്കീം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണ് അല്ലെ, സെഡ് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെഡ് സ്കീം എന്നാണ് ഈ ഇലക്ട്രോൺസിന്റെ ഈ ഒരു മൂവ്മെന്റിനെ വിളിക്കുന്നത്. അപ്പോ ഇപ്പൊ നോക്കൂ, PS2ൽ നിന്നും ഇലക്ട്രോൺസ് PS1ലേക്ക് എത്തി. ഇനി അവിടെ നിന്ന് പോകുന്നത് ഈ PS1ൽ നിന്നും എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് കേട്ടോ, അല്ലാതെ PS2ൽ നിന്നും വരുന്നതല്ല. ഈ PS1ൽ നിന്നും എക്സൈറ്റഡ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺസ് പിന്നീട് ലാസ്റ്റ് എങ്ങോട്ടേക്ക് വരും? NADP+ലേക്ക് വരുന്നു. ദെൻ NADPH+H+ ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഷേപ്പ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു, റിഡോക്സ് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മൂവ്മെന്റ് അപ് ഹിൽ ആണോ ഡൗൺ ഹിൽ ആണോ പറയുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം മുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ റിഡോക്സ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളതിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ദെൻ അവിടെ നിന്ന് താഴത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ റിഡോക്സ് പൊട്ടൻഷ്യൽ കുറവുള്ള മോളിക്യൂൾസിലൂടെ കടന്നു വന്നു. ദെൻ വീണ്ടും ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് മുകളിലേക്ക് പോവാന്ന് പറയുമ്പോൾ റിഡോക്സ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളതിലേക്ക് പോയി, ദെൻ റിഡോക്സ് പൊട്ടൻഷ്യൽ കുറവുള്ളതിലേക്ക് പോയി. അങ്ങനെയാണ് ഈ ഒരു അപ് ഹിൽ ഡൗൺ ഹിൽ എന്ന് പറയുന്ന ഒരു ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കിനി ഡയഗ്രാം നോക്കാം. ലൈറ്റ് വരുന്നു, ഫോട്ടോ സിസ്റ്റം 1 ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ നിന്നും ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുകയും അത് ഹയസ്റ്റ് പൊസിഷനിലുള്ള ഓർബിറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്ന് ഈ ഇലക്ട്രോൺസ് ഫോട്ടോ സിസ്റ്റം 1ലേക്ക് എത്തുന്നു. അപ്പോ ഫോട്ടോ സിസ്റ്റം 2ൽ നിന്നും വന്നിട്ടുള്ളത് ഫോട്ടോ സിസ്റ്റം 1ലേക്ക് എത്തി. അതിനി അവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. പക്ഷെ ഈ ഫോട്ടോ സിസ്റ്റം 1ൽ ഓൾറെഡി ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, അവിടെയും നമ്മൾ ഫോട്ടോ സിസ്റ്റം 2ൽ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കുന്നുണ്ട്? ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുകയും അത് വീണ്ടും ഇതുപോലെ നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞതുപോലെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസിനെ ആര് ക്യാപ്ചർ ചെയ്യും? ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ക്യാപ്ചർ ചെയ്യും. ഈ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് എന്നിട്ട് ഇതിനെ NADP+ലേക്ക് കൊടുക്കുന്നു. ഈ NADP+ അപ്പൊ എന്തായിട്ട് മാറും? NADPH+H+ ആയിട്ട് മാറുന്നു. ഓക്കെ, NADPH ആയിട്ടാണ് മാറുന്നത്. ആ H+ എവിടെന്നാ വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സമയത്ത് ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഇലക്ട്രോൺ കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടത്തേക്ക് എത്തിയത്? NADP+ലേക്ക് എത്തി. എന്നിട്ട് അവിടെ നിന്നും NADPH ഉണ്ടായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആണ്. അപ്പോ ഈ ഫോട്ടോസിന്തസിന് വാട്ടർ ആവശ്യമാണെന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പോ പറഞ്ഞ പ്രോസസ്സില് ഫോട്ടോ സിസ്റ്റം 2ല് ഇലക്ട്രോൺസ് പോകുന്നുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഫോട്ടോ സിസ്റ്റം 2ലേക്ക് ആ പോയതിന് പകരം ഇലക്ട്രോൺസ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോ
ഫോട്ടോ സിസ്റ്റം 1 നിന്നും ഇലക്ട്രോൺ പോകുന്നുണ്ടെങ്കിലും അതിന് പകരം ഇലക്ട്രോൺസ് എവിടെ നിന്ന് വരുന്നുണ്ട്? ഫോട്ടോ സിസ്റ്റം 2 നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഫോട്ടോ സിസ്റ്റം 2 ആരും ഇലക്ട്രോൺസ് ഇപ്പൊ കൊടുത്തിട്ടില്ല അല്ലെ? അപ്പൊ അവിടെ ഇലക്ട്രോൺ ആവശ്യമില്ലേ? ആ പോയതിന് പകരം ഇലക്ട്രോൺസ് ആവശ്യമില്ലേ? ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എവിടെന്നാ കിട്ടുന്നത്? വാട്ടറിന്റെ സ്പ്ലിറ്റിംഗിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ വാട്ടർ സ്പ്ലിറ്റ് ആയി ഹൈഡ്രജൻ അയോണും അതായത് H+ഉം ഓക്സിജനും ഇലക്ട്രോൺസും ആയിട്ട് മാറുന്നു. H+ഉം ഇലക്ട്രോൺസ് പിന്നെ ഓക്സിജനും. H+ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രോട്ടോണിനെ സൂചിപ്പിക്കാനാണ് യൂസ് ചെയ്യുക അല്ലെ? H+. അപ്പൊ അവിടെ ബാക്കി എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്? ഫോട്ടോ സിസ്റ്റം 2 പോകുന്നത്. അപ്പോ വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നു, 2H+ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഈ ഇലക്ട്രോൺസ് ഫോട്ടോ സിസ്റ്റം 2 പോകുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഓക്സിജൻ ആണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അതായത് നമുക്കറിയാം, നമ്മള് ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജൻ പറയാറുണ്ട്. ആ ഓക്സിജൻ എവിടെന്നാ വന്നെന്ന് മനസ്സിലായില്ലേ? ഈ വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഓക്സിജൻ ആണ്. അപ്പോ ഫോട്ടോ സിസ്റ്റം 2 നിന്നും പോയിട്ടുള്ള ഇലക്ട്രോൺസിന് പകരം ഇലക്ട്രോൺസ് വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടന്നപ്പോൾ വന്നു. ഫോട്ടോ സിസ്റ്റം 1 നിന്നും പോയിട്ടുള്ള ഇലക്ട്രോൺസിന് പകരമുള്ള ഇലക്ട്രോൺസ് എവിടെ നിന്ന് പോകുന്നുണ്ട്? ഫോട്ടോ സിസ്റ്റം 2 നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, H2O സ്പ്ലിറ്റ് ചെയ്ത് H+ഉം ഓക്സിജനും ഇലക്ട്രോൺസും ആയിട്ട് മാറി. ഈ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകും? ഫോട്ടോ സിസ്റ്റം 2 പോകുന്നു. ഈ ഫോട്ടോ സിസ്റ്റം 2 ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്? ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് നിൽക്കുന്നത്. ഓക്കെ, ഇതെവിടെ കാണപ്പെടുന്നത് അറിയുമോ? ഈ ഫോട്ടോ സിസ്റ്റം 2 തൈലക്കോയിഡിന്റെ മെംബ്രെയിന്റെ ഇന്നർ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു മെംബ്രെയിൻ സിസ്റ്റം ആണ് ഈ പ്രോസസ്സുകളെയൊക്കെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത വീഡിയോയോട് കൂടിയിട്ട് ഫോക്കസ് ഏരിയസ് ഒക്കെ തീർക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും, ബയോ അബോർഡ് എന്ന ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.